ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്തയിൽ നിന്ന് വിഘടിച്ചു പോയ വിഭാഗം വളരെ ആസൂത്രിതമായി വിവിധ മഹല്ലുകളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ഏതൊക്കെ രീതിയിൽ മഹല്ലുകളിൽ ശിഥിലീകരിച്ച് എന്തെങ്കിലും അതിൽ നിന്ന് നേടിയെടുക്കുക, കമ്മിറ്റിയിൽ നേടുക, അല്ലെങ്കിൽ വിഹിതം വെപ്പിക്കുക, അതിന് പോലീസിനെയും മറ്റും സ്വാധീനിക്കുക, ഭരിക്കുന്ന കക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് നടത്തുന്നതിൻ്റെ ഫലം പല ഭാഗങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഇങ്ങനെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ മുടിക്കോട് നടന്ന സംഭവം. മുടിക്കോട് യഥാർത്ഥത്തിൽ ഏത് റഫറൻഡത്തിനും ഞങ്ങൾ തയ്യാറാണ്. കാരണം 80% സുന്നികളുള്ള സമസ്തയെ അംഗീകരിക്കുന്ന വിഭാഗം, അവിടെ സമസ്ത പിന്നിച്ച് 10-15 വർഷമായാലും സമസ്തയുടെ കീഴിൽ തന്നെയുള്ള ഒരു ഭരണസമിതി പതിറ്റാണ്ടുകളായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജനറൽ ബോഡി അടുക്കുന്ന സമയത്ത് ഒരു വിഭാഗം വന്ന്, AP വിഭാഗം എന്ന് പറഞ്ഞില്ല, ചില ആളുകൾ ഒന്ന് പറഞ്ഞു, നമുക്ക് ശക്തമായ സംഘടനാ പക്ഷപാതിത്വമില്ലാത്ത ഒരു 5-6 ആളുകളെ ഞങ്ങൾക്ക് നൽകണം. ഒരു വിഭാഗമായിട്ട് തന്നെ പോകുന്നതിന് ലേശം വൈമനസ്യമുണ്ട് ചില ആളുകൾക്കെന്ന് പറഞ്ഞപ്പോൾ ആ നല്ല മനസ്സുള്ള കമ്മിറ്റിക്കാർ വിചാരിച്ചു അതിന് കുഴപ്പമില്ല എന്ന് കരുതി 7 പേരെ 33 അംഗ കമ്മിറ്റിയിൽ കൊടുക്കുകയാണ്. അടുത്ത വർഷം നടന്ന ജനറൽ ബോഡിയിൽ ഇവർ പറഞ്ഞു, ജനറൽ ബോഡി ഭംഗിയായി നടക്കുമ്പോൾ പറയുകയാണ് ഒരാളെയും കൂടി ഞങ്ങൾ വർദ്ധിപ്പിച്ചത് 34 ആക്കണം. ആളുകൾ ചോദിച്ചു അതെന്തിനാ 34 ആക്കുന്നത്? ഒറ്റല്ലേ നല്ലത്, സാധാരണ കമ്മിറ്റി ഒറ്റല്ലേ? അതിനവർ പറഞ്ഞ മറ്റൊരു മറുപടി, സമസ്ത മുഷാവറ 40 അല്ലേ, അതിൽ ഒറ്റല്ലല്ലോ, അതുകൊണ്ട് ഒരാളെയും കൂടി ആക്കണം. അതും ഇവർ കരുതി ഇനി അതിന് തർക്കം വേണ്ട, 34 ആക്കാമെന്ന് തീരുമാനിച്ചു. നിലവിലെ കമ്മിറ്റി അങ്ങ് പിരിച്ചുവിട്ടു. ആളുകളെ ഇങ്ങനെ കമ്മിറ്റി അഭിപ്രായം പറയാണ്. 17 ആളുകളായപ്പോൾ മറുഭാഗം പറയുകയാണ്, AP വിഭാഗം എണീറ്റെന്ന് പറഞ്ഞു, ഇനി നിർത്തുക, ഇനി ഞങ്ങൾ ലിസ്റ്റ് തരുമെന്ന് പറഞ്ഞ് അവർ ലിസ്റ്റ് സമർപ്പിക്കാം. 17 പേര് ഞങ്ങളുടെ ആളുകളാണ് ഇനി ഉണ്ടാവുക എന്ന് പറഞ്ഞു. നടക്കില്ലെന്ന് പറഞ്ഞു. പ്രശ്നമായി. ജനറൽ ബോഡി പിരിച്ചുവിട്ടു. അന്ന് കമ്മിറ്റി ആണെങ്കിൽ നേരത്തെ കമ്മിറ്റി പിരിച്ചുവിട്ടു, ജനറൽ ബോഡി പിരിച്ചുവിട്ടു. അങ്ങനെ പ്രശ്നങ്ങളായി ഇങ്ങനെ നടന്നു. 2-3 വെള്ളിയാഴ്ച വന്നപ്പോൾ മുസ്ലിയാർ തന്നെ നേരിട്ട് ഇടപെട്ട്, ഖത്തീബ് ഇടപെട്ടിട്ട് ഒരു 5 അംഗ സമിതി ഉണ്ടാക്കുക. തൽക്കാലം ഭരിക്കാൻ ആളില്ലാതെ വെക്കണ്ടെന്ന് പറഞ്ഞ് ഒരു 5 അംഗ സമിതി ഉണ്ടാക്കി. ആ 5 അംഗ സമിതി വെച്ച് ഭരണം പോയി. നമ്മൾ സമസ്തയെ പ്രതിദാനം ചെയ്യുന്ന കമ്മിറ്റി അതിൻ്റെ എല്ലാ രേഖകളും കൊണ്ട് വഖഫ് ബോർഡിലേക്ക് പരാതി കൊടുത്തു. ഇങ്ങനെ ഇവിടെ ഭരണം നടത്താൻ സമ്മതിക്കുന്നില്ല, പ്രശ്നങ്ങൾ സൃഷ്ടിപ്പിക്കുന്നതിന് വഖഫ് ബോർഡ് കൊടുത്തു. വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നു അന്വേഷണം നടത്തി. അവർക്കത് ബോധ്യപ്പെട്ടപ്പോൾ ഇവർ പിന്നീട് വഖഫ് ബോർഡിൽ തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്ന് പറഞ്ഞ് ഇവരും പരാതി കൊടുത്തു. നിരന്തരമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ എതിർത്തുകൊണ്ട് അവർ നിന്നു. പക്ഷേ വഖഫ് ബോർഡ് തെരഞ്ഞെടുപ്പിന് ഡിക്ലെയർ ചെയ്തു. പിന്നെ ഇവർ വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കാനും തെരഞ്ഞെടുപ്പിനെ ഒഴിവാക്കിയെടുക്കാനും പരമാവധി ശ്രമിച്ചു. ട്രൈബ്യൂണൽ വളരെ ശക്തമായി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. ഒരു റിട്ടേണിംഗ് ഓഫീസറെ വെച്ചു. തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് ഇവർ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമാണ്, അവർക്കറിയാം അങ്ങോട്ട് വന്നതുകൊണ്ട് കാര്യമില്ല, പ്രയോജനമില്ല എന്നുള്ള രീതിയിൽ. ഏതായാലും കുറേയേറെ ആളുകൾ ഒന്ന് വോട്ട് ചെയ്തു. നല്ല ഭൂരിപക്ഷത്തിന് സമസ്തയുടെ പാനൽ ജയിച്ചു. പിന്നെ ഇത് പ്രഖ്യാപിക്കരുത്, ഏകപക്ഷീയമാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡിലും വീണ്ടും ഇവർ വഖഫ് ട്രൈബ്യൂണലിലും കേസ് കൊടുത്തു. പക്ഷേ വഖഫ് ട്രൈബ്യൂണൽ അതും വിധി പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് നിയമാനുസൃതമാണ്. അതുകൊണ്ട് ഇതിന്റെ ഭരണ ചുമതലയും എല്ലാ ഭരണാവകാശവും നിയന്ത്രണവും സമസ്ത EK വിഭാഗത്തിനാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മുടിക്കോട് പറയുകയുണ്ടായി. എന്നിട്ടും ഇവര് അവസാനം കോടതിയിൽ പോയി. നിരന്തരം അവസാനം കോടതി പറഞ്ഞു ഈ പ്രശ്നമായിട്ട് ഇനി ഇങ്ങോട്ട് വരരുത്, ഇതിന്റെ അവകാശികൾ ഈ വിഭാഗം തന്നെയാണ്, സമസ്ത തന്നെയാണ്, ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ 1-2 പ്രാവശ്യം ഇവർ വീണ്ടും ബഹളങ്ങളുണ്ടാക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഒരുതരം ഗുണ്ടകളെ ഇറക്കി അവിടെ പല രീതിയിലും താഴത്ത് കുത്തുബ ഓതുമ്പോൾ മുകളിൽ പോയി ബഹളമുണ്ടാക്കുന്നു, കുത്തുബയെ തടസ്സപ്പെടുത്തുന്നു, കുറെ കുട്ടികളെ കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയി ശബ്ദമുണ്ടാക്കുന്നു. ഇങ്ങനെ നിരന്തരമായി ഇതൊക്കെ നമ്മൾ പോലീസുമായിട്ടും പറയും. അവർക്കൊക്കെ ഇതറിയാം. അവർ വരും, ചില കേസുകൾ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. ഇതിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം അവിടെ നടന്നപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ സാധാരണ ഈ ബക്കറ്റ് പിരിവ് നടക്കാറുണ്ട്. ബക്കറ്റ് പിരിവ് നടക്കുമ്പോൾ ഒരാൾ എണീറ്റ് നിന്ന് ആ ബക്കറ്റ് എടുത്ത് ഓടുകയാണ്. ഒരാളും ഒരു പ്രകോപനം ഉണ്ടാക്കിയില്ല. അവരുടെ ലക്ഷ്യം അപ്പയും
പിന്നീടാണ് അറിഞ്ഞത് അന്ന് ജുമയ്ക്ക് വന്നവരുടെ കയ്യിൽ വളരെ ആയുധങ്ങളുണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ തന്നെ സംഘടന ഉണ്ടാക്കണമെന്നായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ സംയമനം പാലിച്ചു. സമസ്തയുടെ വിഭാഗം ആളുകൾ അവിടെ സംയമനം പാലിച്ചു. പള്ളിയാണ്, പള്ളിക്കുള്ളിൽ ഒരു ഖുത്ബ നടന്ന സമയമാണ്. ഈ സമയത്ത് അവിടെ ബഹളമുണ്ടാക്കുന്ന വെച്ചാൽ ഒന്നും ആരും പ്രതികരിച്ചില്ല. ബക്കറ്റ് കൊണ്ട് അവർ പോയി. പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് FIR ഇട്ടു. പ്രതികളെ തിരയാൻ തുടങ്ങി. പോലീസ് പ്രതികളോട് വരാൻ പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഒരു പ്രശ്നമില്ല. ഇവർ ആസൂത്രണം ചെയ്തത് അവിടെ പ്രതിസന്ധി സൃഷ്ടിച്ച് സംഘട്ടനമുണ്ടാക്കി പള്ളി അടപ്പിക്കുക എന്നുള്ള ചില നിഗൂഢ ശക്തികളുടെ മസ്തിഷ്കത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണ് ആ പള്ളി കക്കോവില പള്ളി പോലെ അടപ്പിച്ച് കഴിയണം, ഞങ്ങൾക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നൊരു നിലപാടുമായി മുന്നോട്ട് നീങ്ങുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ സംഘടന ഉണ്ടാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ അതിന് അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ടിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ തഹസിൽദാർ ഒപ്പുവെച്ചു. നേരെ RDOന് കൊടുത്തു. ഇവിടെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, പ്രതികളെ പേരിൽ കേസിട്ടു എന്ന് പറഞ്ഞ് 307 അടക്കമുള്ള വകുപ്പിട്ടു. അത് സ്വാഗതാർഹം. പക്ഷേ അത് ഈ സമസ്ത വിഭാഗത്തിന്റെ ആളുകളെ ഇങ്ങനെ ശക്തമായ നടപടി എടുക്കുന്നു എന്ന് ഒരു ഭാഗത്ത് ബോധ്യപ്പെടുത്തുകയും മറുഭാഗത്ത് ശക്തമായി ആ പള്ളി അടപ്പിക്കാനുള്ളതായ എല്ലാ രേഖകളും എല്ലാ നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. ഇന്നലെ RDO ചർച്ചയ്ക്ക് വിളിക്കുകയും RDOയോട് വഖഫ് ബോർഡിന്റെ തെരഞ്ഞെടുപ്പും അതനുബന്ധിച്ചുള്ള ഡിക്ലറേഷനും അതൊന്നും നോക്കാൻ പോലും കഴിയാതെ അദ്ദേഹം പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കവിടെ പോലീസ് റിപ്പോർട്ടുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന റിപ്പോർട്ടാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞില്ല, ഇനി രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്തണ്ടേ എന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് വഖഫ് ബോർഡാണ്. പോലീസിന് അതിൽ റോളില്ല. ഇവിടെ പോലീസ് റോളെടുത്ത് തെരഞ്ഞെടുപ്പിന് ഏത് സമയത്ത് നമ്മൾ തയ്യാറാണ്. ഒരു പ്രശ്നവുമില്ല. തെരഞ്ഞെടുപ്പ് നടത്താനും ആ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ മഹലിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം അനുസരിച്ച് എപ്പോഴും തയ്യാറാണ്. അത് വർഷമാക്കേണ്ടതില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിനു മുമ്പ് ആക്കാം. അതിന്റെ ഭരണഘടന അനുസരിച്ച് പോട്ടെ, അത് ഞങ്ങൾ എതിരല്ല. പക്ഷേ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പള്ളി അടപ്പിക്കുക എന്നുള്ള നിഗൂഢ ശ്രമം അത് ഇവിടെ മാത്രമല്ല ഓരോ സ്ഥലത്തും ശ്രമിച്ചു. ഇപ്പൊ പള്ളിക്കൽ ബസാർ അതായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലായിരുന്നുവെങ്കിൽ പള്ളിക്കൽ ബസാറിന്റെ പള്ളി പോയി മടഞ്ഞു കിടക്കുമായിരുന്നു. അതിന്റെ ഭാഗമായി അവസാനം ഹൈക്കോടതി ചോദിച്ച ചോദ്യം, ഏതടിസ്ഥാനത്തിലാണ് RDO ഈ പള്ളി ഏറ്റെടുക്കുന്നത്? അവിടെ പള്ളിക്കൽ ബസാറിൽ നിയമാനുസൃതം തെരഞ്ഞെടുപ്പ് നടന്നുവെന്ന് വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലും അംഗീകരിച്ച സ്ഥിതിക്ക് എന്തടിസ്ഥാനത്തിലാണ് ഈ പള്ളി ഏറ്റെടുക്കുന്നത്? തിരിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളി തുറന്നു കിട്ടിയത്. ഇപ്പോൾ സച്ചണ്ണയും അതുപോലെ തന്നെയാണ്. പള്ളി അടപ്പിക്കാനുള്ളതായ ശ്രമം, വെറുതെ ഓരോ വെള്ളിയാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് പോലീസ് കൊടുക്കുക, എന്നിട്ട് പോലീസിന് മധ്യസ്ഥ റോൾ എടുക്കുക, എന്നിട്ട് നമ്മൾക്ക് ഓർക്ക് കമ്മിറ്റി കൊടുത്തുകൂടെ എന്ന് ചോദിക്കുക. അങ്ങനെയുള്ള ചില മേൽ ആളുകളുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് അവരെ വിനീത വിധേയന്റെ വിഡ്ഢിവേഷം കെട്ടുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിലും പ്രശ്നങ്ങളുണ്ട്. അവിടെയും പള്ളികൾ അടഞ്ഞു കിടക്കുന്നു. പള്ളികളിൽ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു കൊടക്കാട് എന്ന സ്ഥലത്ത് ഒരു സബ് ഇൻസ്പെക്ടർ നേരിട്ട് കയറി പള്ളിയിലെ നമസ്കാരം അവിടെ മുടക്കി. മുഖ്യമന്ത്രിയോട് ഞങ്ങൾ 2 തവണ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട DGP ബെഹ്റയെ പോയി കണ്ടു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. IG കണ്ടു. ഇതൊക്കെ എല്ലാ രീതിയിലും അതിന്റെ മാർഗത്തിലൂടെ, അതിന്റെ നിയമാനുസൃത മാർഗത്തിലൂടെ മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പോൾ സംസ്ഥാനത്ത് നിരവധി മഹലുകളിൽ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു FIR എങ്കിലും സമസ്ത ചെന്ന് പ്രശ്നമുണ്ടാക്കിയതായ ഒരു FIR പോലും സംസ്ഥാനത്ത് ഒരു ഭാഗത്തില്ല. ഇതൊക്കെ സമസ്തയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പള്ളികളിൽ മറുഭാഗം വന്ന് ബഹളമുണ്ടാക്കുന്നതാണ്. ഇവിടെ AP വിഭാഗത്തിന്റെ എത്ര സ്ഥാപനങ്ങളുണ്ട്? 10% പോലും അവർക്ക് പിൻബലമില്ലാത്ത മഹല്ലുകൾ അവർ സ്വന്തമായി വെക്കുന്നുണ്ട്. എന്നാൽ അവിടെ പോലും ഇന്ന് വരെ ഒരാൾക്കും, ഒരു ഉദ്യോഗസ്ഥനോ, ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ തഹസിൽദാർക്കോ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർമാർക്കോ പറയാൻ കഴിയില്ല സമസ്ത വിഭാഗം അവിടെ പോയി ബഹളമുണ്ടാക്കി അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കി എന്ന് പറയാൻ കഴിയില്ല. ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് ആരാധനാലയമാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അവിടെ യഥാർത്ഥത്തിൽ 100% ഇപ്പോഴും ഞങ്ങൾ വെല്ലുവിളിച്ചു പറയുന്നു. പല മഹലുകളിലുണ്ടല്ലോ ഈ ജില്ലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറുണ്ടോ ഇവർ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ ഇവർ നടത്താൻ തയ്യാറുണ്ടോ? ഇവർ ഭരിക്കുന്ന മഹലുകളിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അവർക്ക് കിട്ടില്ല. കാരണം 80-70% ആളുകൾ സമസ്തയെ പ്രതിദാനം ചെയ്യുന്നവരായിട്ട് പോലും മറുഭാഗം മഹല്ലുകൾ അക്കാലഘട്ടത്തിൽ ടൈഗർ സുന്നി മറ്റു ചില ആളുകളൊക്കെ കൂടി അതുപോലെ രീതിയിൽ
പിടിച്ചടക്കി ഭരിക്കുന്ന കുറേ മഹലുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഇനി ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ശക്തമായ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടാകും. ഇന്നലെ അതിന്റെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ ഒരു ചെറിയ പത്രവാർത്തകളിൽ തന്നെ എത്രയോ ആളുകൾ വന്ന് പ്രതിഷേധ സംഗമം നടത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അടുത്ത് തന്നെ യോഗം കൂടുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കളും സമസ്ത ലീഗൽ സെല്ലും യോഗം കൂടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും.